ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു സെഷനായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇത് ഓൾറെഡി ഷമീം സാർ എന്നൊക്കെ എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഇതിന്റെ എൻട്രൻസിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അത് കഴിഞ്ഞുള്ള തെർമോഡൈനാമിക്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞുള്ള തെർമോഡൈനാമിക്സ്, അതേപോലെ കൈനറ്റിക് തിയറി. ഓക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, ഇത് മൂന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതെന്നാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന് നീറ്റിന് ഏകദേശം 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ IITക്ക് ആണെങ്കിൽ ഈ 3 ചാപ്റ്ററിനും കൂടെ ഉള്ള ഒരു കൊളാബറേഷൻ ആയിരിക്കും. ഓക്കെ, എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏകദേശം അറൌണ്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. മെയിൻസിനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ അഡ്വാൻസിനാണെങ്കിൽ ഏകദേശം 1 to 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എങ്ങനെയാണോ എടുത്തത് അതേപോലെ അല്ല തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിന്റെ സ്ട്രക്ചർ കിടക്കുന്നത്. കാരണം ഔട്ട് ഓഫ് ടെസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയാണ്. സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ, മീൻസ് ബോർഡ് എക്സാമിന് നിങ്ങൾ എന്താ പഠിച്ചത് അതിനൊക്കെ എന്താ പറയാ പുറത്തുള്ള കുറെ കാര്യങ്ങൾ നമ്മളിവിടെ ഡീൽ ചെയ്യും. ഏകദേശം എന്താ പറയുക, ഇതില് അത്ര ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒന്നുമല്ല. ആകെ ടഫ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഗതി ഉണ്ട്. അത് ഇത്തിരി ടഫാണ്. മനസ്സിലാക്കാനുള്ളതാണ്. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ സംഭവം അതും ഈസിയാണ്. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്തായാലും തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നതിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ആരെ പറ്റിയാണ്? ഹീറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ ഹീറ്റിനെ പറ്റി തന്നെയാണ് മൊത്തം പഠിക്കുന്നത്. അതിനെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ചില വെറൈറ്റി സംഗതികളാണ് ഇവിടെ പഠിക്കുന്നത് മാത്രം. നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റിനെ പറ്റി തന്നെ ആദ്യം തുടങ്ങാം. ലെറ്റ് മീ കോപ്പി ദ ടെസ്റ്റ് ഇൻ ടു ദ പെയിന്റ്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് കോപ്പി ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ സംഭവം വളരെ സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ അത്രത്തോളം സീനൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ ക്ലാസ് എടുക്കുന്നത്, അപ്പൊ അത് വിഷയമാക്കണ്ട. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത് ഹീറ്റിനെ പറ്റിയാണ്. ഹീറ്റ് നമ്മൾ സാധാരണ ക്യാപിറ്റൽ Q എന്നുള്ള ഒരു ആൽഫബറ്റ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഹീറ്റ് എന്ന് നോക്കാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ആണ്. ഓക്കെ, വിച്ച് വെൻ അബ്സോർബ്ഡ് ബൈ മെറ്റീരിയൽ ബോഡി നോർമലി ഷോസ് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു ബോഡി, സപ്പോസ് ഇതൊരു ബോഡി എന്താ പറയാ, ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കാം. ഈ ബോഡിയിലേക്ക് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, റൈസ് ചെയ്യും. അതൊരു ഫോം ഓഫ് എനർജിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്. എനർജിക്ക് അപ്ലിക്കബിൾ ചെയ്യുന്ന എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് ഹീറ്റിന് അപ്ലിക്കബിൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റൈസിംഗ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമോമീറ്റർ. അതായത് ഹീറ്റ് മെഷർ ചെയ്യാൻ, Q മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് നമ്മൾ തെർമോമീറ്റർ എന്ന് പറയാം. ഇനി നമുക്ക് തെർമോമീറ്ററിനെ കുറിച്ച് പഠിക്കാം. ധാരാളം ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയ തെർമോമീറ്ററിനെയാണ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ മെർക്കുറി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങളുടെ തെർമോമീറ്റർ എന്ന് എഴുതി കൊടുക്കണം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയ തെർമോമീറ്റർ ആണ് മെർക്കുറി തെർമോമീറ്റർ. ഓക്കെ, മെർക്കുറി തെർമോമീറ്റർ ടെമ്പറേച്ചർ എന്നല്ല കേട്ടോ, തെർമോമീറ്റർ എന്നാണ്. മെർക്കുറി തെർമോമീറ്ററിൽ എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി ഈസ് മെയിൻലി യൂസ്ഡ്. മെർക്കുറിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ തെർമോമീറ്ററിന് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത തെർമോമീറ്റർ നമ്മളെ ഹീറ്റ് മെഷർ ചെയ്യാൻ മെയിൻ ആയിട്ട് 3 സ്കെയിലുകളാണ് യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ മീറ്റർ ആണ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന പോലെ 3 സ്കെയിലുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഒന്നാമത്തതാണ് ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക, 0 ഇടുക, പിന്നെ C കൊടുക്കുക. പിന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് 0 ഇടുക, F കൊടുക്കുക. പിന്നെ അതേപോലെ ഡിഗ്രി കെൽവിൻ 0 ഇടുക, K കൊടുക്കുക. ഇങ്ങനെയാണ് സാധാരണ 3 സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറുകൾ ഉള്ളത്. ഇനി പ്രത്യേകമായിട്ട് ഏതൊരു തെർമോമീറ്റർ ആയാലും, ഇപ്പൊ ഇതൊരു തെർമോമീറ്റർ ആണെങ്കിൽ അതിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ടാവും. അത് നമ്മൾ ലോവർ ഫിക്സഡ് പോയിന്റ് എന്നാ പറയാം. പിന്നെ അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ടാവും. അതാണ് എന്ത്, അപ്പർ ഫിക്സഡ് പോയിന്റ് എന്നുള്ളത്, LFP UFP. ഓക്കെ, ഏതൊരു ഈ 3 സ്കെയിൽ, 3 ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ഉള്ളത്. കുറെ ടൈപ്പ് തെർമോമീറ്റർ ഉണ്ട്. അതിൽ മെഷർ ചെയ്യാൻ നമ്മൾ മൂന്നെണ്ണം യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ഡിഗ്രി ആയിട്ട് സെൽഷ്യസ് ആയിട്ട് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് ആയിട്ട് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ കെൽവിൻ ആയിട്ട് മെഷർ ചെയ്യാം. ഏത് 3 സ്കെയിലും ആയിക്കോട്ടെ, ഈ 3 സ്കെയിലിൽ പറഞ്ഞ 3 സ്കെയിലും നമ്മൾ ലോവർ ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് ടേക്കൺ ആസ് ലോവർ ഫിക്സഡ് പോയിന്റ്. അതേപോലെ തന്നെ അപ്പർ ഫിക്സഡ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് നമ്മുടെ വാട്ടർ തിളക്കുന്ന എന്താ പറയാ ബോയിലിംഗ് പോയിന്റ് ആണ് നമ്മൾ എടുക്കുന്നത്, മീൻസ് 100 ഡിഗ്രി സെൽഷ്യസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ആസ് അപ്പർ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, അത് ഏത് തെർമോമീറ്ററും അങ്ങനെ തന്നെയാണ്. ഞാൻ ഡിഗ്രി സെൽഷ്യസ് വെറുതെ ഇട്ടതാണ്, കാരണം ഓരോ സ്കെയിലും അതിനനുസരിച്ചിട്ട് മാറും.
സപ്പോസ് നമ്മൾ ഡിഗ്രിയിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതേപോലെ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഫാരൻഹീറ്റ് സ്കെയിലാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്കെയിലിന്റെ ഏറ്റവും താഴെയുള്ള മെഷർ ചെയ്യുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും 212 ഫാരൻഹീറ്റ് ആയിരിക്കും. ഈ കെൽവിൻ സ്കെയിൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് 273.15 ഡിഗ്രി കെൽവിൻ ടു 373.15 ഡിഗ്രി കെൽവിൻ ആയിരിക്കും. സോ ഇതാണ് നമ്മൾ തെർമോമീറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങളോട് എക്സാമിന് എന്ത് ചോദിക്കും, ഇപ്പൊ നമുക്ക് കെൽവിൻ തന്നിട്ടുണ്ട്, അതിനെ ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അതേപോലെ ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്, അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് ഡിഗ്രി സെൽഷ്യസ് കൺവേർട്ട് ചെയ്യാൻ പറയും. സോ ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്റെ കയ്യിലുണ്ട്, അത് അതേപോലെ അങ്ങോട്ട് പഠിച്ചു തരിക. എന്താണ് ഇക്വേഷൻ എന്ന് അറിയോ? F-32 ഓക്കെ, F-32 all divided by 180 okay is equal to C/100 is equal to C/100 is equal to K minus എന്താ പറയാ 273 all divided by 100. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിച്ചു തരണം. കാരണം ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിന് മാറ്റാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് രണ്ടും യൂസ് ചെയ്യാം. പിന്നെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിക്ക് മാറ്റാൻ പറഞ്ഞാൽ ഇത് രണ്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫാരൻഹീറ്റിന് എന്താ പറയാ കെൽവിനിക്ക് മാറ്റാൻ പറഞ്ഞാൽ ഇത് രണ്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഈക്വൽ ടു ചെയ്താൽ മതി. സോ ഈ ഒരു റിലേഷൻ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക, കാരണം ഇത് വെച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താ പറയാ, ഇത് വെച്ചിട്ട് കുറച്ച് ഗ്രാഫൊക്കെ നമുക്ക് വരയ്ക്കാണ്ട്. ഗ്രാഫൊക്കെ വലിയ തോതിലൊന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഇത്ര മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചു തരാം, കാരണം അതിന്റെ സ്ലോപ്പാണ് നിങ്ങൾക്ക് ചോദിക്കുക. സപ്പോസ് നമ്മളൊരു ഗ്രാഫ് വരച്ചു, ഇവിടെ ഫാരൻഹീറ്റ് സ്കെയിലാണ്, അതേപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിന്റെ സ്കെയിലാണ്. രണ്ടും കൂടെ വരച്ചാൽ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഓക്കെ 9/5 ആയിരിക്കും. അത് മാത്രം ഓർത്തു വെക്കുക, പ്രത്യേകം ഓർത്തു വെക്കണം. ഇനി അടുത്തത് വേറൊരു സ്കെയിലാണ്, ഒന്നുമില്ല, നമ്മൾ ഡിഗ്രി സെൽഷ്യസും അതേപോലെ ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ എന്ത് ചെയ്തു, y ആക്സിസിൽ എടുത്തു, ഫാരൻഹീറ്റിന് x ആക്സിസിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെയൊക്കെ വരച്ചാൽ ഇതേപോലത്തെ ഒരു സ്ലോപ്പാണ് കിട്ടുക. അപ്പൊ നമുക്ക് സ്ലോപ്പ് 5/9 ആയിരിക്കും കിട്ടുക. അപ്പൊ അത് മാത്രം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വലിയ സംഭവമൊന്നുമില്ല. ആ സ്ലോപ്പാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. സോ ആ സ്ലോപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക, അത്രേ ഉള്ളൂ. അത് വലിയ സംഭവമായിട്ടൊന്നും കാണേണ്ടങ്ങൾ. ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു മാത്രം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അവസാനത്തെ തെർമോമീറ്ററിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സും കൂടെ ഉണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയേക്കാം. നമ്മൾ നേരത്തെ മെർക്കുറി തെർമോമീറ്ററിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനെ കുറിച്ചൊരു കാര്യമാണ്, ഇത് ആപ്ലിക്കേഷൻ ലെവൽ IITക്ക് ചോദിച്ചിട്ടുണ്ട്. ഈവൻ ദോ മെർക്കുറി ബോയിൽസ് അറ്റ് 370 ഡിഗ്രി സെൽഷ്യസ്, മെർക്കുറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 370 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് മെർക്കുറി തെർമോമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ അപ് ടു 500 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പർ ഫിക്സഡ് പോയിന്റിലാണ് എന്ത് ചെയ്യുക, ബോയിലിംഗ് പോയിന്റ് യൂസ് ചെയ്യുക, അതിന് മുകൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മെർക്കുറിന്റെ ബോയിലിംഗ് പോയിന്റ് 370 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിരുന്നാലും മെർക്കുറി തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് 500 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് എക്സാമിന് ചോദിക്കും. എങ്ങനെ, അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഫില്ലിംഗ് ദ ട്യൂബ് വിത്ത് നൈട്രജൻ ഗ്യാസ്. അതായത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ മെർക്കുറി തെർമോമീറ്ററിന്റെ ഉള്ളിൽ നൈട്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ പ്രഷർ അങ്ങോട്ട് കൂട്ടും. നൈട്രജൻ ഗ്യാസ് ഇട്ടിട്ട് അതിന്റെ പ്രഷർ അങ്ങോട്ട് കൂട്ടും. പ്രഷർ കൂടിയാൽ എന്ത് സംഭവിക്കും, ബോയിലിംഗ് പോയിന്റും കൂടും. സോ അതുകൊണ്ടാണ് 370 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന മെർക്കുറി തെർമോമീറ്റർ 500 ഡിഗ്രി സെൽഷ്യസ് വരെ മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണ്, നമ്മൾ ആ തെർമോമീറ്ററിൽ നൈട്രജൻ ഗ്യാസ് നടക്കും, അതിന്റെ പ്രഷർ കൂട്ടും. പ്രഷർ കൂട്ടിയാൽ വാട്ട് ഹാപ്പൻസ്, ബോയിലിംഗ് പോയിന്റും അതിനോടൊപ്പം തന്നെ കൂടും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സിനെ പറ്റി പഠിക്കാം. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഗ്യാസ് തെർമോമീറ്റർ ആണ്. ഓക്കെ, ഗ്യാസ് തെർമോമീറ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അല്ല ഇഷ്ടംപോലെ ടൈപ്പുകൾ ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പാണ് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. അതിലെന്താ സംഭവിക്കാൻ നോക്കാം. ബൈ ഗെയ്ലുസാക്ക് ലോ, ഗെയ്ലുസാക്സ് ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്, വെൻ വോളിയം ഓഫ് ഗ്യാസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് നമ്മുടെ വോളിയം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ഓഫ് എ ഗിവൺ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. സോ ഗെയ്ലുസാക്സ് ലോ പറയുന്നത് എന്താണ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ, അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ P പ്രൊപ്പോർഷണൽ ടു T. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂല, എങ്ങനെ P1/P2 is equal to T1/T2. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഓക്കെ, അപ്പോ ഇതാണ് എന്താ പറയാ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന എന്താ പറയാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതെന്ന് വെച്ചിട്ടല്ല, വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ആ ഇക്വേഷൻ ആണ് ഇവിടെ പ്രത്യേകം എഴുതി വെക്കുക. ആ ഇക്വേഷൻ ഇതാണ്. എന്താണ് ഇക്വേഷൻ, PT. ഓക്കെ, PT എന്താ പറഞ്ഞാൽ PT is equal to P0 into 1 plus എന്താ പറയാ ബീറ്റ ടി. ഓക്കെ, അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഗ്യാസ് തെർമോമീറ്റർ, വോളിയം ഗ്യാസ് തെർമോമീറ്ററിൽ നമുക്ക് എങ്ങനെയാണ് ടെമ്പറേച്ചർ കാണാം, PT is equal to BO into 1 plus ബീറ്റ ടി. ഇവിടെ PT എന്ന് പറഞ്ഞ പ്രഷർ ആണ്, T ടെമ്പറേച്ചർ ഉള്ള പ്രഷർ. ഓക്കെ, അപ്പൊ പ്രഷർ എന്താ പറയാ അറ്റ് T ടെമ്പറേച്ചർ, അതായത് T ടെമ്പറേച്ചർ ഉള്ള പ്രഷറിനാണ് നമുക്ക് എന്താ പറയാ PT എന്ന് വിളിക്കാം.
ഒബിയസ്ലി പി ഒ എന്ന് പറഞ്ഞാലോ 0°C ഉള്ള പ്രഷറാണ്. സോ പ്രഷർ എന്താ പറയാ അറ്റ് 0°C, അതിനാണ് പി ഒ എന്ന് പറയാം. പിന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അത് എന്താണ് ബീറ്റയ്ക്ക് ഞാൻ വേറെ ഇക്വേഷൻ പറഞ്ഞു. പിന്നെ ടി എന്ന് പറഞ്ഞാൽ ടൈം അല്ല, ഇവിടെ ടെമ്പറേച്ചർ ആണ് ടി. ഓക്കെ, ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ടൈം അല്ല, ടെമ്പറേച്ചർ ആണ്. പിന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ അതിനെ പ്രഷർ കോഎഫിഷ്യന്റ് എന്നാ പറയാ. എന്താ പറയാ പ്രഷർ എന്താ പറയാ കോഎഫിഷ്യന്റ് എന്നാ പറയാ. ബീറ്റയ്ക്ക് നമ്മൾ പ്രഷർ കോഎഫിഷ്യന്റ് എന്ന് പറയും. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പത്തിൽ കാണാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇക്വേഷൻ വെച്ചിട്ട് കാണാം. ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം പി ടി മൈനസ് എന്താ പറയാ പി ഒ ഹോൾ ഡിവൈഡ് ബൈ പി ടി മൈനസ് പി ഒ ഡിവൈഡ് ബൈ P100 എന്താ പറയാ മൈനസ് പി ഒ. ഓക്കെ, പി ടി മൈനസ് പി ഒ ഡിവൈഡ് ബൈ P100 മൈനസ് പി ഒ അതേ ഇൻറ്റു 100. അത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു പി ടി മൈനസ് പി ഒ ബൈ P100 മൈനസ് പി ഒ ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ മക്കളെ ഒരു ബീറ്റ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ബീറ്റ എന്ന് പറഞ്ഞാൽ, സോ ബീറ്റക്കും നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ ബീറ്റ കാണാൻ ഇക്വേഷൻ സിമ്പിൾ ആണ്. ഈ ബീറ്റ കാണാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഇതൊന്നും എങ്ങനെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബീറ്റ കാണാൻ ഇക്വേഷൻ എന്താണ്? P2 minus P1 all divided by P1 T2 minus എന്താ പറയാ P2 T1. സോ ഈ ഒരു ഇക്വേഷൻ കൂടെ നിങ്ങൾ എനിക്കൊന്ന് പഠിച്ചു തരണം. ബീറ്റ കാണാൻ ഇക്വേഷൻ. സോ ഇതോടുകൂടെ കോൺസ്റ്റന്റ് എന്താ പറയാ വോളിയം ഗ്യാസ് തെർമോമീറ്റർ ഇത്രയേ ഉള്ളൂ. സോ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക, കാരണം നമുക്ക് ഇതൊക്കെ ഉപയോഗപ്പെടും. ഓക്കെ, ചിലപ്പോൾ ഇത്രയൊക്കെ എലാബറേറ്റ് ആയിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കാറുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് എൻട്രൻസിൽ പലതരങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെ ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോൺസ്റ്റന്റ് എന്താ പറയാ പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചാൾസ് ലോ നമുക്കറിയാം. എന്താ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയം പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ V1 by V2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? T1 ഹോൾ ഡിവൈഡ് ബൈ T2. നിങ്ങൾ ചാൾസ് ലോ എന്താ പറയുക സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. സോ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ VT. ഓക്കെ, ടെമ്പറേച്ചർ മെഷർ ഇക്വേഷൻ VT ഈസ് ഈക്വൽ ടു V0 into 1 plus എന്താ പറയാ ആൽഫ ടി ആണ്. ഓക്കെ, ഇവിടെ VT എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് T°C, VO എന്ന് പറഞ്ഞാൽ വോളിയം അറ്റ് 0°C, ആൽഫ എന്ന് പറഞ്ഞാൽ വോളിയം കോഎഫിഷ്യന്റ് ആണ്. നേരത്തെ നമ്മള് എന്താ പറയാ പ്രഷർ കോഎഫിഷ്യന്റ് ആണ് ബീറ്റയ്ക്ക് പഠിച്ചത്. ഇവിടെ വോളിയം എന്താ പറയാ കോഎഫിഷ്യന്റ് ആണ് എന്താ പറയാ ആൽഫ എന്ന് പറഞ്ഞു. ഈ ആൽഫ കാണാൻ ഇക്വേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ എന്താ പറയാ അവിടെ P1 ഉം P2 ആയിരുന്നു, പക്ഷെ ഇവിടെ V1 ഉം V2 ആണ് വരിക. സോ V2 മൈനസ് V1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും? V1 T2 മൈനസ് V2 T1 എന്ന് കിട്ടും. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്, ആൽഫ കാണാൻ. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ ബാക്കിയുണ്ട് അല്ലെ. ഏതാ ഇക്വേഷൻ? ഇനി ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ടെമ്പറേച്ചർ കാണാൻ. ഒന്നുകൂടെ ഈ ഇക്വേഷൻ കൂടെ എനിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. T ഈസ് ഈക്വൽ ടു VT മൈനസ് VO. എന്താണ് VT മൈനസ് VO ഹോൾ ഡിവൈഡ് ബൈ V100 മൈനസ് VO ഇൻറ്റു എന്താ പറയാ 100. ഈ ഇക്വേഷൻ കൂടെ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം. കാരണം ഏത് ഇക്വേഷനെ വെച്ചിട്ടാണ് പ്രോബ്ലം തരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പോ മൂന്നാമത്തെ എന്താ പറയുക തെർമോമീറ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ തെർമോമീറ്റർ നോക്കാം. അപ്പൊ അത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആണ്. ഇതിൽ +2 പഠിക്കുന്നവരുണ്ടാവും, ഉറപ്പായിട്ടും ഇതിൽ +2 പഠിക്കുന്നവരുണ്ടാവും. സോ അവർക്ക് ഞാൻ ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെയും നമ്മൾ ടെമ്പറേച്ചർ കാണാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ +1 ഉള്ളവർ ഇപ്പൊ അതിനെ വെച്ച് ബേജാറാവണ്ട. നിങ്ങൾ +2 നിങ്ങൾക്ക് എന്ത് ചെയ്യുമെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ആരെയൊക്കെ പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് തെർമോമീറ്റർ, ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്ന് കൂടെ പേരുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഇത് കാണാനുള്ള ഇക്വേഷൻ അവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആണ് തരിക. ഓക്കെ, സോ RT ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു 1 പ്ലസ് എന്താ പറയാ ആൽഫ ടി. സോ ഇതാണ് അവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. R എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ +1 ഉള്ള കുട്ടികളോടാണ് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. യൂണിറ്റ് ഹോംസ് ലോ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് സംഭവം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാല് നേരത്തെ ആൽഫ അല്ല, ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. എന്താ പേര്? ടെമ്പറേച്ചർ എന്താ പറയാ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ആൽഫ കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എല്ലാ ഇക്വേഷൻസും സ്റ്റോർ ആണ്. എന്താണ്? അപ്പൊ R2 മൈനസ് എന്താ പറയാ R1 ഹോൾ ഡിവൈഡ് ബൈ നേരത്തെ അതേ ഇക്വേഷൻ R1 T2 മൈനസ് R2 T1. ഒന്നെങ്കിൽ ആൽഫ കാണാൻ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടൈം കാണാൻ T കാണാൻ യൂസ് ചെയ്യുന്നത് T ഈസ് ഈക്വൽ ടു R2 മൈനസ് എന്താ പറയാ സോറി ടിക്ക് ആ ഇക്വേഷൻ അല്ല. ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ഇക്വേഷൻ തരും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. RT മൈനസ് എന്താ പറയാ RO ഹോൾ ഡിവൈഡ് ബൈ R100 മൈനസ് എന്താ പറയാ RO ഇൻറ്റു 100. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ തെർമോമീറ്ററിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം ബാക്കി സെഷനിലോട്ട് പോകാം.
സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് തെർമോമീറ്റർ. ഈ 3 ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. പിന്നെ അടുത്തത് ഇതിനെ ഈ റെസിസ്റ്റൻസ് തെർമോമീറ്ററിനെ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്ന് വിളിക്കുന്നത് എന്താ അറിയോ? അവിടെ പ്ലാറ്റിനം വയറാണ് യൂസ് ചെയ്യുന്നത്. സോ പ്ലാറ്റിനം വയർ ഈസ് യൂസ്ഡ് ആൻഡ് ഈസ് ഓൾസോ കാൾഡ് പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ. സോ അതിന് അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. വലിയ ബേജാറാവുന്നു വേണ്ട, വലിയ സംഭവമൊന്നുമില്ല. ഇനി നമുക്ക് വേറെ കുറച്ച് 3 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചറും കൂടെ തെർമോമീറ്ററും കൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഷൻ നിർത്താം. ഈ സെഷൻ നിർത്താൻ നല്ല, എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് സംഭവത്തിൽ പോകണം. തെർമോമീറ്റർ മാത്രമല്ല ഈ ചാപ്റ്റർ. ഓക്കെ, സോ അടുത്തത് അതർ ടൈപ്പ് ഓഫ് തെർമോമീറ്റേഴ്സ്. വേറെ ടൈപ്പ് ഓഫ് ചില തെർമോമീറ്റേഴ്സ് നോക്കാം. ആദ്യത്തെ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ തെർമോ ഇലക്ട്രിക് തെർമോമീറ്റർ ആണ്. ഇത് കുറച്ച് പേരുകൾ പഠിക്കുകയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇത് എന്താ പറയുക, സീബക് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ബേസ് ചെയ്തിട്ടാണ്. അത് എന്താ നോക്കണ്ട, നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക സീബക്കിന്റെ തെർമോമീറ്റർ ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ ഏതാ? തെർമോ ഇലക്ട്രിക് തെർമോമീറ്റർ. ഇതിന്റെ അടുത്ത് രണ്ടാമത്തെ തെർമോമീറ്റർ എന്താ? മാഗ്നറ്റിക് തെർമോമീറ്റർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് തെർമോമീറ്റർ എന്താ പറയാ, ലോ ടെമ്പറേച്ചർ മെഷർമെന്റിന് യൂസ് ചെയ്യുന്നതാണ്. സോ എക്സാമിന് ചോദിക്കൂട്ടോ, നീറ്റിനൊക്കെ ചോദിക്കും ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലോ ടെമ്പറേച്ചർ മെഷർമെന്റ് മാഗ്നറ്റിക് തെർമോമീറ്റർ ആണ്. അടുത്ത റേഡിയേഷൻ പൈറോമീറ്റർ, അത് വേറെ ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ആണ്. എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഈ രണ്ട് ക്വസ്റ്റ്യൻസും പല തവണ കീമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു മെച്ചം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കാണാപ്പാടം പഠിച്ചാൽ മതി. -40 ഡിഗ്രിയിൽ എത്ര? -40 ഡിഗ്രിയിൽ നമ്മളെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലും അതേപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ റീഡിംഗ് ആണ് കാണിക്കുക. -40 ഡിഗ്രി സെൽഷ്യസ്, സോറി സെൽഷ്യസ് അല്ല, -40 ഡിഗ്രിയിൽ. അടുത്തത് അറ്റ് 574.25 ഡിഗ്രിയിൽ കെൽവിനും ഫാരൻഹീറ്റും സെയിം റീഡിംഗ് കാണിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഏത്? C/100 = F-32 ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അത് കണ്ടുപിടിച്ച അത്രയും സമയം വേസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് അവിടെ കുറെ സമയം ലാഭിക്കാം. ഓക്കെ, ഇനി തെർമോഡൈനാമിക് സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിൽ ഉണ്ട്. ഇനി തെർമോഡൈനാമിക് സ്കെയിൽ LFP ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആയിരിക്കും. ആൻഡ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇത് മൂന്നും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റിനെയാണ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കോഎക്സിസ്റ്റ്, അത് ഞാൻ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയാം. വാട്ടറിന്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 273.16 കെൽവിൻ ആണ്. അറിഞ്ഞിരിക്കണം എന്താണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെ ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യാം, ഒരേ സമയം എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനെ പറയാം ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയാം. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ 273.16 കെൽവിൻ ആയിരിക്കും. അത് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നീറ്റിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. അതും കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്ത് പോകാം. സ്പെസിഫിക് ഹീറ്റ് എന്താ പഠിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് എന്താ പറയാ ഒന്ന് പറയാം. നിങ്ങൾ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചു തരിക. എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസിലേക്ക് കിടക്കുന്നത്. തെർമോമീറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും കീമിന് ഉണ്ട്. നീറ്റിന് നമുക്ക് എന്താ പറയാ ലോ ഓഫ് കൂളിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതെന്തായാലും നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ അതിനെ കുറിച്ചൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. ദെൻ എന്താ സ്പെസിഫിക് ഹീറ്റ്? സ്പെസിഫിക് ഹീറ്റിനെ C എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി ഓർ 1 കെൽവിൻ. ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒരു യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം ഉള്ള ഒരു മാസ് ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ എത്രയോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ സപ്പോസ് 27 ഡിഗ്രി ആണെങ്കിൽ 28 ഡിഗ്രി ആക്കാൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എത്ര, അതിന്റെ മെഷർമെന്റ് ആണ് എന്താ സ്പെസിഫിക് ഹീറ്റ്. അതായത് ഒന്ന് കൂടാൻ പാടുള്ളൂ. സപ്പോസ് 370 കെൽവിൻ ആണെങ്കിൽ 371 കെൽവിൻ ആവാൻ നമ്മൾ എത്ര ഹീറ്റ് കൊടുക്കണം, അതിന്റെ മെഷർമെന്റ് എന്താ പറയാ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, സ്പെസിഫിക് ഹീറ്റിന്റെ എന്താ പറയാ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അതിന്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക് ഹീറ്റിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L², അതേപോലെ T⁻⁻², K ഇൻവേഴ്സ് ആണ്. K എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ അനാലിസിസ് മെഷർ ചെയ്യുന്ന സംഭവമാണ്. സോ ഈ ഡയമെൻഷന്റെ കാര്യം പ്രത്യേകം നോക്കണം, കാരണം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസിൽ ഇത് ചോദിക്കും. സ്പെസിഫിക് ഹീറ്റിന്റെ ഡയമെൻഷൻ എന്താ ചോദിക്കും. ഇനി അടുത്തത് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, അത് കാണാപ്പാടം പഠിച്ചു വെക്കണേ. വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അത് എങ്ങനെ പറയാം, 4.2, ഇവിടെ ജൂൾ അല്ലേ, ഇവിടെ ഓക്കെ ജൂൾ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ 4.2 കിലോ ജൂൾ ഒന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് CW = 1 കാലറി എന്താ പറയാ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, കാലറി എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ വേറൊരു യൂണിറ്റ് ആണ് കാലറി എന്ന് പറഞ്ഞാൽ. ജൂള് എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ ഹീറ്റ് എനർജിന്റെ വേറെ യൂണിറ്റ് ആണ് കാലറി. ഓക്കെ, ഒരു കാലറി എന്ന് പറഞ്ഞാൽ അത് പലയിടത്തും ആവശ്യം വരും. തെർമോഡൈനാമിക്സിലൊക്കെ ആവശ്യം വരും. ബോത്ത് കെമിസ്ട്രി ആസ് വെൽ ആസ് ഫിസിക്സ് രണ്ടിടത്തും ആവശ്യം വരും. ഒരു കാലറി എന്ന് പറഞ്ഞാൽ 4.2 ജൂളാണ്. ഓക്കെ, അടുത്തത് സ്പെസിഫിക് ഹീറ്റ് വാരീസ് വിത്ത് ടെമ്പറേച്ചർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ടെമ്പറേച്ചറിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് മാറും. അതേപോലെ അടുത്തതോ, ഇഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് ടേക്കൺ ഈസ് 1 മോൾ. നമ്മുടെ കയ്യിലുള്ള ഈ 1
കിലോഗ്രാമിന് പകരം 1 മോളാണ് നമ്മളെ കയ്യിലുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫിക് ഹീറ്റിന് പകരം മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്യണം. വേറെ അത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല. ഈ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് പഠിച്ചു വെക്കണം, 4200 അല്ലെങ്കിൽ 4.2. അത് നമുക്ക് പല സ്ഥലങ്ങളിലും ആവശ്യമുണ്ട്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ എക്സാമിൽ തന്നിട്ടുണ്ടാവും. ഇനി അടുത്ത് നോക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്താ നോക്കാം അല്ലെ. അപ്പൊ അതിന് നമുക്ക് സമയം എത്രയാണ് നോക്കാം. 20 മിനിറ്റ് അല്ലേ, ഇപ്പൊ 19 മിനിറ്റ് വിഷയക്കണ്ട. ഈ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തെർമൽ കപ്പാസിറ്റി എന്ന് കൂടെ പേരുണ്ട്. H എന്ന ആൽഫബറ്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. എന്താ? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് കോൾഡ് സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി ഓർ 1 കെൽവിൻ. ഒരു കോൾഡ് സബ്സ്റ്റൻസിന്റെ എന്താ പറയാ ഹീറ്റ് എന്താ പറയാ ടെമ്പറേച്ചർ കൂട്ടാൻ, അതായത് 1 ഡിഗ്രി സെൽഷ്യസോ 1 കെൽവിൻ സെൽഷ്യസോ എന്താ പറയുക ടെമ്പറേച്ചർ കൂട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിന്റെ അളവിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് പറയാം. അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. H is equal to mc. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ഡിഗ്രി സെൽഷ്യസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ml² T⁻⁻2 K ഇൻവേഴ്സ് ആണ് അതിന്റെ ഡയമെൻഷൻ. ഇതൊക്കെ ചോദിക്കൂട്ടോ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് 2 ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ എന്താണ് ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് ആണ്. അതെന്താ നോക്കാം. ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് അത് എക്സാമിന് ചോദിക്കും. ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം. ഓക്കെ, സോ ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് അത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് അതെന്താ പറഞ്ഞുതരാം, അത് വിഷയമാക്കണ്ട. അത് എന്താന്ന് പറഞ്ഞുതരാം. ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ അത് കാണാനൊരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എന്താ പറയുക, Q is equal to mc theta. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിന് മൊത്തം ആവശ്യമുള്ള ഇക്വേഷൻ. Q is equal to mc theta. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, M എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ആണ്, C എന്ന് പറഞ്ഞാൽ തീറ്റ. C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ്. ഓക്കെ, ഹീറ്റ് ഗെയിൻ ഓർ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ തീറ്റയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നും കൂടെ പറയാം. ഓക്കെ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് കൂടെ പറയാം. സോ ക്വസ്റ്റ്യനിൽ 2 ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്താണ് എടുക്കേണ്ടത്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് നമുക്ക് എന്ത് പറയാം, ഹീറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഹീറ്റ് ലോസിനെ പറയാം. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Q is equal to mc theta. Q is equal to mc theta. ഓക്കെ, അപ്പൊ Q is equal to mc theta. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ബോഡിക്ക് എന്താ പറയാ ടെമ്പറേച്ചർ കൊടുത്തു. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ കൂടിയാൽ എന്താ പറയാ, അപ്പൊ ഉണ്ടായ ഹീറ്റ് എത്രയെന്ന് ചോദിച്ചാൽ എത്ര, Q is equal to mc theta ആണ് കാണുന്ന ഇക്വേഷൻ. നമ്മളൊരു ബോഡി ഉണ്ട്, ആ ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്തു, എത്രയോ ഹീറ്റ് കൊടുത്തപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോഴും ഹീറ്റ് ആണുള്ള ഇക്വേഷൻ എന്താ, Q is equal to mc theta ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഹീറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂടിയാൽ നമ്മൾ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ദെൻ അല്ലെങ്കിൽ ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാലോ, നമ്മൾ കൊടുത്ത ഹീറ്റ് ലോസ് ആയാൽ അത് നമ്മൾ നെഗറ്റീവ് ഒന്ന് എടുക്കണം. സോ ഇത് കാര്യങ്ങൾ പ്രത്യേകം നോക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ സ്കെലട്ടൺ തന്നെ ഈ ഇക്വേഷൻ ആണ്, Q is equal to mc theta. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, തീറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ നമുക്ക് പണി പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് മിക്സിംഗ്, കലോറിമെട്രി മിക്സിംഗ്. ഇതും പിന്നെ എന്താ പറയാ വാട്ടർ ഇക്വാലിറ്റി കൂടെ പഠിച്ചിട്ട് ഈ സെക്ഷൻ നമുക്ക് മെല്ലെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് മെല്ലെ അടുത്ത സെഷനിലേക്ക് പോകാം കേട്ടോ. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സിംഗ്, അതായത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയാം, നമ്മളെ കയ്യിൽ ഒരു ഹോട്ട് ബോഡി ഉണ്ട്, അതേപോലെ ഒരു കോൾഡ് ബോഡി ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്താ സംഭവിക്കുക നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ലെറ്റ് എ ഹോട്ട് ബോഡി ഈസ് മിക്സ്ഡ് വിത്ത് എ കോൾഡ് ബോഡി. എന്റെ കയ്യിൽ ഇപ്പൊ എന്താ പറയുക, ഒരു ഹോട്ട് ബോഡി ഉണ്ട്, അതേപോലെ ഒരു കോൾഡ് ബോഡി ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്താ സംഭവിക്കാം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നോക്കണം, ഇതാണ് ഹോട്ട് ബോഡി, ഇതാണ് കോൾഡ് ബോഡി. ഹോട്ട് ബോഡി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചർ കൂടും, അതേപോലെ കോൾഡ് ബോഡി ആണെങ്കിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്താൽ നമ്മൾ ഇവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. എന്താ പറയുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അതായത് ടെമ്പറേച്ചർ കൂടിയ ബോഡിയിൽ നിന്ന് കുറഞ്ഞ ബോഡിയിലോട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ഫ്ലോ ചെയ്യും. ഏതുവരെ ഫ്ലോ ചെയ്യുന്ന ചോദിച്ചാൽ രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്ന വരെ എന്താ പറയാ ഫ്ലോ ചെയ്യും. അതിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ആയാൽ അതിന് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്നാ പറയാ. തെർമൽ ഇക്വിലിബ്രിയം എന്നാ പറയാ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു ഹോട്ട് ബോഡി ഉണ്ട്, അതുപോലെ ഒരു കോൾഡ് ബോഡി ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഹോട്ട് ബോഡിന്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ്, കോൾഡ് ബോഡിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ ബോഡിയിൽ നിന്ന് ഹോട്ട് ബോഡിയിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ ബോഡി കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ഒഴിക്കും. ഏതുവരെ ഒഴിക്കും, രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് 10 ഡിഗ്രി 0 ഡിഗ്രി. ഇപ്പൊ സപ്പോസ് 5 ഡിഗ്രി ആയി അങ്ങോട്ട് ഹീറ്റ് ഫ്ലോ ചെയ്തിട്ട്, അങ്ങനെയെങ്കിൽ ആ കണ്ടീഷനെ ടെമ്പറേച്ചർ ഈക്വൽ ആയ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമൽ ഇക്വിലിബ്രിയം എന്നുള്ളത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ടാകുന്ന കാര്യം. Then heat transfer takes place from hot body to cold body until both the bodies achieve the same temperature, and this condition is called thermal equilibrium. Okay, under thermal equilibrium, heat used by the hot body is equal to heat gained by the cold body.
ഓക്കെ, ദിസ് പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് കലോറിമെട്രി പ്രിൻസിപ്പിൾ. കലോറിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ലോസ് ചെയ്ത ഹീറ്റ്, ഓക്കെ, ഹോട്ട് ബോഡിയിൽ നിന്ന് എത്ര ഹീറ്റ് ആണ് ലോസ് ചെയ്തത് അത് ഈക്വൽ ടു ആയിരിക്കും എന്ത്, കോൾഡ് ബോഡി ഗെയിൻ ചെയ്ത ഹീറ്റ്. ഓക്കെ, അത് ഈക്വൽ ടു കോൾഡ് ബോഡി ഗെയിൻ ചെയ്ത ഹീറ്റിനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ലോസ് ഹീറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഹീറ്റ്. അപ്പൊ ഈ ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഓക്കെ, അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിന് ഹോട്ട് ബോഡിയിൽ നിന്ന് ലോസ് ചെയ്ത ഹീറ്റും അതേപോലെ കോൾഡ് ബോഡി എന്താ പറയുക ഗെയിൻ ചെയ്ത ഹീറ്റും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ കലോറിമെട്രി പ്രിൻസിപ്പിൾ എന്ന് പറയും. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സിംഗ് നമ്മൾ കലോറിമെട്രി പ്രിൻസിപ്പിൾ എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് വാട്ടർ ഇക്വലന്റ് ഓഫ് കലോറിമീറ്റർ. ഇത് സാധാരണ IIT-ക്കാണ് ചോദിക്കാറ്, നോർമൽ എക്സാമിന് ചോദിക്കാറില്ല. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഹൂസ് തെർമൽ കപ്പാസിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് കലോറിമീറ്റർ. കലോറിമീറ്ററിന് എന്താ പറയാ സെയിം ആയിട്ടുള്ള, അതായത് കലോറിമീറ്ററിന്റെ തെർമൽ കപ്പാസിറ്റിക്ക് സെയിം ആയിട്ടുള്ള വാട്ടറിന്റെ എമൗണ്ടിന് പറയുന്ന പേരാണ് വാട്ടർ ഇക്വലന്റ് ഓഫ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. If water equivalent is given in a problem, then add it with the amount of water present in the calorimeter. ചില എക്സാമിന് വാട്ടർ ഇക്വാലിറ്റി തരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിൽ ആ സംഭവത്തിന്റെ കൂടെ ആ തന്ന വാല്യൂ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, വാട്ടർ ഇക്വാലിറ്റി കാണാൻ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വാട്ടർ ഇക്വാലിറ്റി നമ്മൾ WE എന്ന് ഡിനോട്ട് ചെയ്യുക. WE ഇൻറ്റു CW എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു MC. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത് കാണാൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. സോ ഇതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സെഷൻ നമുക്ക് നിർത്താം. സോ ഇനി അടുത്ത സെഷന് കുറച്ചും കൂടെ തിയറിയും കുറച്ചും കൂടെ പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. സോ ഇത്രയുള്ള ആദ്യത്തെ സെഷൻ. സോ താങ്ക് യു.